ജമ്മുകശ്മീരിലെ ദാര സെക്ടറിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെന്നാണ് സൂചന. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത് ഒളിവിൽ കഴിയുന്ന ആ ഭീകരരിലേക്ക് എത്താൻ കഴിഞ്ഞോ? ഇപ്പോൾ വധിച്ച 3 ഭീകരരുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞു? 3 ഭീകരരെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞു നടത്തിയ ഓപ്പറേഷൻ ജമ്മു കാശ്മീരിലെ ദാര മേഖലയിൽ വധിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 3 ഭീകരരാണെന്ന സൂചന ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ സ്ഥിരീകരണം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഈ മേഖലയിൽ ഭീകരർ ഉണ്ട് എന്ന വിവരം നേരത്തെ തന്നെ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. അതിന്റെ പേരിലാണ് പ്രത്യേക ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി സൈന്യവും പോലീസും അടക്കമുള്ള സംവിധാനങ്ങൾ ചേർന്നുകൊണ്ട് അവിടെ അത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തുകയും ചെയ്തത്. ഭീകരരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സൈനികരുടെ സാന്നിധ്യം ഉണ്ടായതിന് പിന്നാലെ ഭീകരർ സുരക്ഷാ സേനയ്ക്കെതിരെ വെടിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നാലെ സുരക്ഷാ സേനയും ശക്തമായി തന്നെ ആ മേഖലയിൽ തിരിച്ചടി നടത്തി. അതിന് പിന്നാലെയാണ് 3 ഭീകരരെ ഇപ്പോൾ വധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇവരെ പേരുവിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അല്പ സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉടൻ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് ഭീകരരെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. അത്തരത്തിൽ അവരുടെ സാന്നിധ്യം അടക്കം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് സുരക്ഷയിലേക്ക് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇവർ പഹൽഗാമിൽ ഭീകര ആക്രമണം നടത്തിയ ആ കൂട്ടത്തിലുള്ള ഭീകരരാണോ എന്നടക്കമുള്ള സംശയങ്ങൾ എന്താണെങ്കിലും വിവിധ കോണുകളിൽ നിന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള പരിശോധനകളും ഒപ്പം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും സൈന്യം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ 3 ഭീകരരെ ഇവരെ വധിച്ചിരിക്കുന്നു, ഇവിടെ വധിച്ചിരിക്കുന്നു. ഇവർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക നോബൽ മാരിക്കാരൻ. നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനിത വേണു കൂടി ചേരുകയാണ്. വിനിത വേണു, ഓപ്പറേഷൻ മഹാദേവ് ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ അപ്പുറം കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് എന്ന് സേനാ വിഭാഗങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇതൊരു സംയുക്ത ഓപ്പറേഷനായി ഇപ്പോഴും ദാര സെക്ടറിൽ തുടരുകയാണോ? അതാണ് സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ പാർലമെന്റിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു വലിയ ഓപ്പറേഷൻ അവിടെ മഹാദേവ് എന്ന പേരിട്ടുകൊണ്ട് നടക്കുന്നത്, മൗണ്ട് മഹാദേവ് എന്ന പേരിട്ടുകൊണ്ട് നടക്കുന്നത് ശ്രീനഗറിലെ ലിഡ്വാസ് മേഖലയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെ എന്തുകൊണ്ട് പിടികൂടിയില്ല, അല്ലെങ്കിൽ ആ ഭീകരർ എവിടെ? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല എന്ന പ്രതിപക്ഷം വിമർശനം ഉയർത്തുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നും 3 ഭീകരരെ വധിച്ചു എന്നുമുള്ള വിവരങ്ങൾ വരുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരണം. സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇത് പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരാണോ എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ അതുതന്നെയാണ്. പഹൽഗാം ആക്രമണവുമായി ബന്ധമുള്ളവർ പാക് ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. സെക്ടറിലെ ലിഡ്വാസ് മേഖല, ഇവിടെ ഈ ഭീകരരുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് സൈന്യം എത്തിയതാണോ? എന്താണ് ഈ പ്രദേശം കേന്ദ്രീകരിക്കാനുള്ള കാരണം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ഭീകരർ ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് അതൊരു ഏറ്റുമുട്ടൽ കലാശിക്കുകയും അത് ഈ ഭീകരരാണ് എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ നടത്തി ഏറ്റുമുട്ടലുണ്ടായി. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഇവരെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അവരെ ന്യൂട്രലൈസ് ചെയ്തു, കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് സൈന്യത്തിന്റെ ഭാഗത്ത്. തുടരുക. നമുക്കൊപ്പം നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ഓപ്പറേഷൻ മഹാദേവിന്റെ ദേര സെക്ടറിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? നിലവിൽ ഇപ്പോൾ 3 ഭീകരരെ അവിടെ നിന്ന് വധിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ പ്രത്യേകിച്ച് ഈ പഹൽഗാമിൽ ഭീകര ആക്രമണം നടത്തിയ ഭീകരരെ ഇതിൽ ഉണ്ടോ എന്നൊരു സംശയം എന്താണെങ്കിൽ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉണ്ട്. ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. ഇവരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത് എന്ന് സേനാവൃത്തങ്ങൾ സൂചനകൾ നൽകുന്നുണ്ട്. ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയേണ്ടത് ഈ 3 ഭീകരരുടെ ഐഡന്റിറ്റിയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ആരൊക്കെയാണ് എന്നത് നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. അവർ തന്നെയാണോ ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർ? അതാണ് അറിയേണ്ടത്. നിർണായകമായ ചോദ്യമാണ്. ഓപ്പറേഷൻ മഹാദേവ്, ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള അടുത്ത ലക്ഷ്യം കണ്ടിരിക്കുകയാണോ? അതിലേക്ക് നമുക്ക് എത്താം. സമഗ്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്കൊപ്പം അതിവേഗത്തിൽ 30 വാർത്തകളുമായി ടോപ്പ് 30യിൽ ആര്യ സുരേന്ദ്രൻ. ഓഫ് ടു ആര്യ.